ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് വാൾനട്ട് സ്ക്രബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ ബീറ്റ്സിൻ്റെ ചെയ്തപ്പോൾ കുറേ പേര് വാൾനട്ടിൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മേക്ക് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്മൾ സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാൾനട്ടിൻ്റെ സ്ക്രബിനുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് നിയാസിനമൈഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രാജൻ, ഫ്രാഗ്രൻസ്, കളറ്, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റമിനിയുടെ ടാബ്ലറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് വാൾനട്ട് സ്ക്രബ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസിലാണ് ചെയ്യാറുള്ളത്. വാഷിൻ്റെ ബേസിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമുക്ക് വാൾനട്ടുകളൊക്കെ താഴെ പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസ് തന്നെ എടുക്കണം കേട്ടോ. SF ഫ്രീ ആയിട്ടുള്ള ബേസാണ്. ഈ ബേസ് നിറച്ച് ബബിൾസ് ആവട്ടോ. ഈ ബേസിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബേസ് പോലെയോ പേർലി ബേസ് പോലെയോ അല്ല. ഇതിൽ നമുക്ക് എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. 1 kg 1 kg മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ നോർമലായിട്ട് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ലിറ്റർ DM വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് ഇതിലാവുമ്പോൾ DM വാട്ടർ ഒന്നും പറ്റില്ല കേട്ടോ. വാട്ടർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് 1 kg ബേസിലേക്ക് വാൾനട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ കിറ്റ് മേടിക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കും ഇതിൽ വെച്ചിട്ടുണ്ടാവുക. അത് ഡയറക്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ പുറത്തു നിന്ന് മേടിക്കുന്നവരാണെങ്കിൽ ഇത് പ്രത്യേകം പറഞ്ഞ് മേടിച്ചാൽ മതി കേട്ടോ. സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസ് എന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് വാൾനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ വാൾനട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ 1 kg നമുക്കൊരു 10 ഗ്രാമോളം വാൾനട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഫേസ് വാഷിൻ്റെ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡെഡ് സ്കിൻ സെൽസൊക്കെ നീക്കം ചെയ്തിട്ട് നന്നായിട്ട് മൃദുവായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഒന്ന് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് വാഷിൻ്റെ സ്ക്രബ്. നിങ്ങൾ ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ നമ്മുടെ ഈ ഒരു ഫേസ് വാഷിൻ്റെ സ്ക്രബ് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ നിറയെ മുഖത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നിയാസിനമൈഡ് ആഡ് ചെയ്ത് കൊടുക്കാമേ. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് ഒക്കെ നൽകാനായിട്ട് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിയാസിനമൈഡ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കിൻ ടൈപ്പ് ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നാണോ അതോ ഓയിലി സ്കിന്നാണോ അതോ സെൻസിറ്റീവ് സ്കിന്നാണോ നോർമൽ സ്കിന്നാണോ എന്നൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹൈഡ്രാജൻ ആണ് കേട്ടോ. ഹൈഡ്രാജൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഹൈഡ്രാജനൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ഡ്രോപ്പ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണ്, സാൻഡിൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 4 ടാബ്ലറ്റാണ് 1 kg ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിൽ ആണെച്ചെങ്കിൽ നിങ്ങൾക്കൊരു 0.5 ml വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്കിത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 1 തവണ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ 1-2 തവണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തിയായിട്ട് നമ്മുടെ ഫേസിലിട്ടിട്ട് ഉരയ്ക്കാനൊന്നും പാടില്ല. നൈസായിട്ട് നമ്മൾ പയ്യെ നമ്മൾ മൃദുവായിട്ട് 30 മുതൽ 60 സെക്കൻഡ് വരെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നനവുള്ള ഫേസിലേക്ക് വേണം കേട്ടോ നമ്മുടെ സ്ക്രബ് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് 30 തൊട്ട് 60 സെക്കൻഡ് വരെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ആർക്കെങ്കിലും വാൾനട്ടിൻ്റെ ഫേസ് വാഷ് സ്ക്രബോ അല്ലെങ്കിൽ നമ്മുടെ വാൾനട്ടിൻ്റെ ഫേസ് വാഷ് സ്ക്രബ് മേക്കിംഗ് കിറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. അപ്പം നമുക്ക് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫേസ് വാഷുകൾ നോർമൽ ഫേസ് വാഷുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കമൻറ്റ് ബോക്സിൽ. ബൈ.